സ്റ്റോക്കിന്റെ അവസാനം നമുക്ക് ഈ പെട്രോളിനെ കത്തിക്കണമെങ്കിൽ നമ്മൾ അവിടെ സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് കറക്റ്റ് സമയത്ത് സ്പാർക്ക് ചെയ്താണ് നമ്മൾ ആ പെട്രോൾ എഞ്ചിന്റെ ഉള്ളിൽ സിലിണ്ടറിനുള്ളിൽ വരുന്ന എയർ ഫ്യൂൽ മിക്സറിനെ കത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒരിക്കലും തനിയെ സ്പാർക്ക് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഈ കൃത്യസമയത്ത് സ്പാർക്ക് പ്ലഗിനെ സ്പാർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെ സ്പാർക്ക് പ്ലഗിന് സ്പാർക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സിസ്റ്റം നമുക്ക് ആവശ്യമാണ് വാഹനത്തിൽ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ വാഹനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പെട്രോൾ എഞ്ചിനിൽ കംപ്രഷൻ സ്റ്റോക്കിന്റെ അവസാനം സ്പാർക്ക് ഉണ്ടാക്കി ഇന്ധനത്തെ കത്തിക്കാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സിസ്റ്റമാണ് ഇഗ്നീഷ്യൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. അപ്പൊ ഇഗ്നീഷ്യൻ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി നമുക്ക് കറക്റ്റ് സമയത്ത് സ്പാർക്ക് അടിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇതിന് ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഈ സിസ്റ്റത്തിന് ഉണ്ടായിരുന്നു. ഒന്നാമത് വേണ്ട കാര്യം, ഈ സ്പാർക്ക് പ്ലഗിൽ നിന്ന് അടിക്കുന്ന സ്പാർക്ക് ആ സക്ഷൻ സ്ട്രോക്കിൽ എഞ്ചിൻ സിലിണ്ടറിനുള്ളിൽ വന്ന ഇന്ധനത്തെ മുഴുവൻ കത്തിക്കാനുള്ള തീവ്രത ആ സ്പാർക്കിന് ഉണ്ടായിരിക്കുന്നു. അതുപോലെ നമുക്കറിയാം, 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ 4 സ്ട്രോക്ക് ഉണ്ട്: സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ഇതില് കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സ്പാർക്ക് ചെയ്യണം. ബാക്കി ഒരു സ്ട്രോക്കിന്റെ സമയത്ത് നമുക്ക് എന്ത് വേണ്ട, സ്പാർക്ക് വേണം. അപ്പോൾ ഈ കൃത്യസമയത്ത് തന്നെ വേണം നമുക്ക് സ്പാർക്ക് ചെയ്യാൻ. അപ്പൊ നമ്മൾ അങ്ങനെ ഈ ക്രമീകരിച്ചിരിക്കുന്ന സിസ്റ്റമാണ് ഇഗ്നീഷ്യൻ സിസ്റ്റം. ഇത് കൃത്യസമയത്ത് കൃത്യ അളവിൽ എന്ത് ചെയ്യും, സ്പാർക്ക് കൊടുത്ത് ഇന്ധനത്തെ പൂർണ്ണമായും കത്തിക്കുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് സാധാരണയായി നമുക്ക് ഇഗ്നീഷ്യൻ സിസ്റ്റത്തിന് വേണ്ട ഊർജം കിട്ടുന്നത് എഞ്ചിന് നമ്മൾ വാഹനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ബാറ്ററിയിൽ നിന്നാണ്. അപ്പോൾ ഈ ബാറ്ററി നമുക്കറിയാം, നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ടേജ് ബാറ്ററിയാണ് നമ്മൾ സാധാരണ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് ചെയ്യേണ്ട വോൾട്ടേജ് അല്ലെ സ്പാർക്ക് പ്ലഗിൽ നിന്ന് ഒരു സ്പാർക്ക് പുറത്തേക്ക് വരേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് 20,000 മുതൽ 25,000 വരെ വോൾട്ടേജ്. ഇതിനിടയ്ക്കുള്ള ഒരു വോൾട്ടേജ് സ്പാർക്ക് പ്ലഗിൽ ചെന്നിരുന്നാൽ മാത്രമേ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് ചെയ്യൂ, ഇല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ 12 ബാറ്ററിയിലുള്ള 12 വോൾട്ടേജ് കറണ്ടിനെ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് ചെയ്യാൻ ആവശ്യമായ 20,000 അല്ലെങ്കിൽ 25,000 വോൾട്ടേജ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായും ഇഗ്നീഷ്യൻ സിസ്റ്റം വാഹനത്തിൽ ക്രമീകരിക്കുന്നത്. അപ്പോൾ ഈ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് ചെയ്യാൻ ആവശ്യമായ ഈ ഹൈ വോൾട്ടേജിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഈ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് ചെയ്യേണ്ട ഈ ഹൈ വോൾട്ടേജ്, അതായത് 20 മുതൽ 25,000 വരെ വോൾട്ടേജ് നമ്മൾ പറയുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഇഗ്നീഷ്യൻ സിസ്റ്റം 3-4 തരത്തിൽ നമ്മൾ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, ഇപ്പോഴുള്ള വാഹനങ്ങളിൽ കോമൺ ആയിട്ട് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്ന ഒരു ഇഗ്നീഷ്യൻ സിസ്റ്റത്തെ പറ്റിയാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു ഇഗ്നീഷ്യൻ സിസ്റ്റമാണ് ബാറ്ററി കോയിൽ ഇഗ്നീഷ്യൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ ഒരു ഇമേജ് ആണ് നമ്മൾ ബോർഡിൽ വരച്ചിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ ഇഗ്നീഷ്യൻ സിസ്റ്റത്തിന്റെ പേരാണ് ബാറ്ററി കോയിൽ ഇഗ്നീഷ്യൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിന് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് ബാറ്ററിയും കോയിലും. അപ്പോൾ ഇഗ്നീഷ്യൻ സിസ്റ്റത്തിന്റെ ഒരു ലേഔട്ട് ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നത് 1-2 ഭാഗങ്ങളാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ബാറ്ററി വരും, അതിനുശേഷം വരുന്ന ഇഗ്നീഷ്യൻ സ്വിച്ച്, അതിനുശേഷം ഈ പേരിലുള്ള ഇഗ്നീഷ്യൻ കോയിൽ. ഈ യൂണിറ്റിന് മൊത്തം പറയുന്ന പേരാണ് ഇഗ്നീഷ്യൻ കോയിൽ എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ CV പോയിന്റ് ഉണ്ട്, ക്യാം ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, പിന്നെ ഒരു ഹൈ ടെൻഷൻ കോഡ്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഇതിന് പറയുന്ന പേര് ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. അത് ഞാൻ ഇതിന്റെ പ്രവർത്തനം പറഞ്ഞു വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ പ്രധാനമായിട്ടും ഇതിനകത്ത് 2 സർക്യൂട്ടുകളാണ് ഉള്ളത്. ആ സർക്യൂട്ടുകൾ നമ്മൾ പ്രൈമറി സർക്യൂട്ട് എന്നും സെക്കൻഡറി സർക്യൂട്ട് എന്നും നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ബാറ്ററി കോയിൽ ഇഗ്നീഷ്യൻ 2 സർക്യൂട്ടുകളുണ്ട്, പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും. അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ വഴിക്കനുസരിച്ചാണ് നമ്മൾ ആ സർക്യൂട്ടിനെ എന്ത് ചെയ്തിരിക്കുന്നത്,
തരംതിരിച്ചിരിക്കുന്നത്. അതിന്റെ കാര്യത പറഞ്ഞാൽ നമുക്ക് ഇവിടെ ലഭിക്കുന്ന ഈ ബാറ്ററിയിലൂടെ ലഭിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ടാണ് അല്ലേ. അത് നമുക്ക് ഇത് ഈ ഭാഗങ്ങൾ വഴി കയറി ഇറങ്ങി നമ്മുടെ സ്പാർക്ക് പ്ലഗിൽ ഇവിടെ എത്തുമ്പോൾ എത്രയായി മാറണം? 25,000 20 മുതൽ 25,000 ഇതിനിടയ്ക്കുള്ള ഒരു വോൾട്ടേജ് ആയി മാറണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ സ്പാർക്ക് നടക്കില്ല. അപ്പോൾ ഈ ഇവിടുന്ന് കിട്ടുന്ന വോൾട്ടേജ് ഇതുവഴി കയറി ഇവിടെ വരുമ്പോൾ 27 ആണ്. അപ്പൊ അതിന് വേണ്ട ക്രമീകരണങ്ങളാണ് ഇതിനിടയ്ക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇതിനകത്ത് രണ്ട് സർക്യൂട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും. അത് ഈ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നതിന്റെ പ്രധാന ഭാഗങ്ങളാണ് ബാറ്ററി, ഇഗ്നിഷൻ സ്വിച്ച്, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കണക്ഷൻ ഇങ്ങനെ വന്ന് ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഒരു പ്രൈമറി കോയിൽ, അത് ഇഗ്നിഷൻ കോയിലിനുള്ളിൽ തന്നെ രണ്ട് കോയിലുണ്ട്. ഇഗ്നിഷൻ കോയിൽ എന്ന് പറയുന്നതിനകത്ത് രണ്ട് കോയിലാണ്, ഒന്ന് പ്രൈമറി കോയിലും രണ്ട് സെക്കൻഡറി കോയിലും. അപ്പോൾ ഈ പ്രൈമറി സർക്യൂട്ടിന്റെ ഭാഗമാണ് ഈ ഇഗ്നിഷൻ സ്വിച്ചിൽ കയറി വരുന്ന ഈ പ്രൈമറി കോയിൽ. പ്രൈമറി കോയിലിൽ നിന്ന് ഈ സർക്യൂട്ട് ഇതിലെ ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ CB പോയിന്റ് എന്ന് പറയും. CB പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് എന്നാണ് അതിന്റെ ഫുൾ നെയിം. CB പോയിന്റ് അഥവാ കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ്. അപ്പൊ ഇവിടെ വരുന്ന കറണ്ട് ഈ CB പോയിന്റ് വഴി കയറി ഇറങ്ങി ഇവിടെ കൊണ്ട് എന്ത് ചെയ്യും, പൂർത്തിയാവും. ആ സർക്യൂട്ട് അവിടെ പൂർത്തിയാവും. അതാണ് പ്രൈമറി സർക്യൂട്ട്. ഇനി സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്ന സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെക്കൻഡറി കോയിലിൽ നിന്നാണ്. സെക്കൻഡറി സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡറി കോയിലിൽ നിന്ന് ഇവിടെ വന്ന് ഇതുവഴി നേരെ ഒരു ഹൈ ടെൻഷൻ കോഡ് വഴി നേരെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അകത്തെ റോട്ടറിനകത്ത് എത്തുന്നു. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടറിനകത്ത് റോട്ടറിൽ എത്തുന്നത്. ആ റോട്ടറിൽ നിന്നുമാണ് നമ്മൾ നേരെ സ്പാർക്ക് പ്ലഗിലേക്ക് കറണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വരെയാണ് സെക്കൻഡറി സർക്യൂട്ട്. രണ്ട് സർക്യൂട്ട് ഉണ്ട്. പ്രൈമറി സർക്യൂട്ട് ഇതിലേക്ക് ഇങ്ങനെ വരുന്നു, ഈ പ്രൈമറി കോയിൽ വഴി നേരെ കയറി CB കോയിൽ വഴി ഇവിടെ ഫിനിഷ് ആകുന്നു. രണ്ടാമത്തെ സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത് സെക്കൻഡറി കോയിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഈ വഴി കയറി ഇറങ്ങി ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ വന്നതിന് ശേഷം സ്പാർക്ക് പ്ലഗിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് പറഞ്ഞു 12 വോൾട്ട് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി സർക്യൂട്ടിൽ കറണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ സ്പാർക്ക് ചെയ്യേണ്ട ആ സമയത്ത് സ്പാർക്ക് ചെയ്യണം. കറണ്ട് നേരെ ഇതുവഴി വന്ന് ആദ്യമേ എന്ത് ചെയ്യും, ഈ പ്രൈമറി സർക്യൂട്ടിൽ കൂടി കയറി ഇതുവഴി വന്ന് ഇതുവഴി പാസ് ചെയ്ത് ഇവിടെ ഫിനിഷ് ആവും. പക്ഷേ ഈ സർക്യൂട്ട് ഇവിടെ മൊത്തം ഫിനിഷ് ആകണമെങ്കിൽ അല്ലെങ്കിൽ പൂർത്തിയാകണമെങ്കിൽ ഇവിടെ ഈ ഇരിക്കുന്ന CB പോയിന്റ് എന്ന് പറഞ്ഞ ഭാഗം എന്ത് ചെയ്യണം, കോണ്ടാക്ട് ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ അകന്നാണ് ഈ സാധനം ഇരിക്കുന്നത് അല്ലേ, ഇവിടെ അകന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ CB പോയിന്റ് എന്ത് ചെയ്യണം, അടുത്ത് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നാൽ മാത്രമേ ഈ സർക്യൂട്ട് എന്ത് ചെയ്യുള്ളൂ, പൂർത്തിയാവുള്ളൂ, പ്രൈമറി സർക്യൂട്ട് പൂർത്തിയായിട്ടിരിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വിചാരിക്കുക ഈ CB പോയിന്റ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടിയിരിക്കുന്നു അല്ലേ. കൂട്ടിമുട്ടിയിരിക്കുമ്പോൾ ഇതുവഴി കയറി വരുന്ന കറണ്ട് എന്ത് ചെയ്യും, ഇതിലെ വന്ന് ഇതുവഴി പാസ് ചെയ്ത് പോകും ഇല്ലേ, പാസ് ചെയ്ത് പോകും. പക്ഷേ ഈ CB പോയിന്റ് ഇവിടെ ഇങ്ങനെ അകന്ന് ഇരിക്കുമ്പോൾ എന്ത് പറ്റും, ആ സർക്യൂട്ട് അവിടെ ബ്രേക്ക് ആവും. ഇവിടെ വരുന്ന സർക്യൂട്ട് CB പോയിന്റ് അകന്നിരിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന സർക്യൂട്ട് ഇവിടെ കൊണ്ട് തീർന്നു അല്ലേ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ CB പോയിന്റ് ആദ്യം എന്ത് ചെയ്തു, അടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ പഠിച്ചു. CB പോയിന്റ് അടുത്തിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു, CB പോയിന്റ് അടുത്തിരുന്ന സമയത്ത് പ്രൈമറി സർക്യൂട്ട് പൂർത്തിയായി. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ക്യാം ഉണ്ട്, ഇവിടെ ഒരു ക്യാം ഉണ്ട്. ഈ ക്യാം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ CB പോയിന്റിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ ഈ ക്യാം ഡിസ്ട്രിബ്യൂട്ടർ ക്യാം എന്നാണ് പറയുക. ഡിസ്ട്രിബ്യൂട്ടറിന്റെ ക്യാം ആണ് നമ്മുടെ CB പോയിന്റിനെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്യാം കറങ്ങുന്നത് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ CB പോയിന്റ് തുറക്കുകയും അടയുകയും ചെയ്യുന്നത്. ഈ ക്യാമിന്റെ അറ്റത്തുള്ള ക്യാം ലോകം, അതായത് ഈ കൂർത്ത ഭാഗങ്ങൾ അതിവിടെ വന്ന് തട്ടുമ്പോൾ മാത്രം എന്ത് ചെയ്യും, ഈ പോയിന്റ് തിരിച്ച് ഇവിടുന്ന് പുറകോട്ട് ഇങ്ങനെ ചലിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഭാഗം ഈ ക്യാം തട്ടി നീക്കുന്നത് പുറകോട്ട് കാണും. ഈ ക്യാം ഇവിടുന്ന് റിലീസ് ആവുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും വന്ന് CB പോയിന്റ് വീണ്ടും എന്ത് ചെയ്യും, കോണ്ടാക്ട് ആവും. അപ്പോൾ ഈ ക്യാം ആണ് ഈ CB പോയിന്റ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ ക്യാമിന്റെ ലോബ് ഇത് തട്ടി നിൽക്കുന്നത് മൂലം ഈ CB പോയിന്റ് അകന്നിരിക്കുന്ന പൊസിഷൻ ആണുള്ളത്. ഈ ക്യാം വീണ്ടും കറങ്ങി നേരെ പൊസിഷൻ മാറി ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ CB പോയിന്റ് അടുത്തിരിക്കും. CB പോയിന്റ് അടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ സർക്യൂട്ട് പ്രവാഹം അല്ലെ കറണ്ട് പ്രവാഹം പ്രൈമറി കോയിൽ കൂടി
പോകുന്ന കറണ്ട് 12 വോൾട്ടേജ് അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ 20,000 എങ്കിലും എത്തിക്കണം. അതെങ്ങനെയാണ് സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ CB പോയിന്റിനെ ഈ ക്യാം എപ്പോഴാണ് തുറക്കുന്നത് ആ സമയത്ത് പെട്ടെന്ന് നീ പ്രൈമറി കോണ്ടാക്ട് സർക്യൂട്ട് പെട്ടെന്ന് ബ്രേക്ക് ആവുകയും അതിന്റെ ഫലമായിട്ട് ഉയർന്ന ഒരു EMF ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തത്വം അനുസരിച്ച് ഉയർന്ന ഒരു EMF ഈ സെക്കൻഡറി കോയിലിൽ എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു. ഇവിടുന്ന് പെട്ടെന്ന് ഈ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഫലമായി ഉയർന്ന ഒരു EMF ഈ സെക്കൻഡറി കോയിലിൽ ഉണ്ടാകുന്നു. ആ EMF-നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈ ടെൻഷൻ കോയിൽ കേബിൾ ഹൈ ടെൻഷൻ പോകണമെന്നാണ് നമ്മളതിൽ പറഞ്ഞത്. കാരണം ഇവിടെ വരുന്ന കറണ്ടിനെ ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് നമുക്ക് സാധാരണ ഒരു കേബിളിൽ കൂടി നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ സാധിക്കില്ല. കത്തി പോകാൻ ഉരുകി പോകാനെല്ലാം സാധ്യതയുണ്ട്. അതിന് ആ കറണ്ടിനെ താങ്ങാൻ ശേഷിയുള്ള ഒരു കോഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ടറിന്റെ റോട്ടറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിന്റെ റോട്ടറാണ് സ്പാർക്ക് പ്ലഗിലേക്ക് എന്ത് ചെയ്യുന്നത് ആ വന്ന കറണ്ടിനെ ഹൈ വോൾട്ടേജ് കറണ്ടിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ നമ്മൾ ഹൈ വോൾട്ടേജ് ആയെങ്കിൽ അതിനെ നമ്മൾ സ്പാർക്ക് പ്ലഗിന്റെ എണ്ണത്തിനനുസരിച്ച് കൃത്യമായ പോയിന്റുകൾ ഈ റോഡ് ഡിസ്ട്രിബ്യൂട്ടറിനകത്ത് ഉണ്ടായിരുന്നു. ഇതൊരു 4 സിലിണ്ടർ എഞ്ചിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് 4 സ്പാർക്ക് ഉണ്ട്. പക്ഷേ ഒരു 4 സിലിണ്ടർ എഞ്ചിന് നമ്മൾ സ്പാർക്ക് അടിക്കണമെങ്കിലും അതിനൊരു തത്വം ഇല്ലേ? നമ്മൾ പഠിച്ച വെച്ച് എന്താണ് ഫയറിംഗ് മോഡൽ അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ നമ്മൾ സിലിണ്ടറിൽ സ്പാർക്ക് കൊടുക്കാൻ. അതായത് ഒരു 4 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ 1 3 4 2 എന്നാണ്. 1 3 4 2 എന്നാണ്. അതായത് ആദ്യമേ ഒന്നാമത്തെ സിലിണ്ടറിൽ സ്പാർക്ക് അടിച്ചാൽ അതിന് ശേഷം സ്പാർക്ക് അടിക്കുന്നത് മൂന്നാമത്തെ സിലിണ്ടറിലായിരിക്കും. അതിനുശേഷം സ്പാർക്ക് അടിക്കുന്നത് 4ാമത്തെ സിലിണ്ടറിലും ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് 2ാമത്തെ സിലിണ്ടറിലും സ്പാർക്ക് ഉണ്ട്. ആ ഒരു രീതിക്കാണ് നമ്മളുടെ സ്പാർക്ക് പ്ലഗിനെ കണ്ടത്. അപ്പൊ നമ്മളിവിടെ ഹൈ ടെൻഷൻ കോഡ് വഴി ഇവിടെ കൊണ്ടുവന്ന കറണ്ട് ആദ്യം ഈ പോയിന്റ് ആയിക്കൊണ്ടിരുന്നത് ഈ റോട്ടർ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുകയാണ് ഇവിടുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിനെ കറങ്ങുന്നത് എഞ്ചിൻ ക്യാം ഷാഫ്റ്റ് ആണ്. ഈ ഡിസ്ട്രിബ്യൂട്ടറിനെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് എഞ്ചിന്റെ ക്യാം ഷാഫ്റ്റ് ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ ക്യാം കറങ്ങുന്നതിനനുസരിച്ച് ഈ ഡിസ്ട്രിബ്യൂട്ടറിനകത്തുള്ള ഈ റോട്ടറിന്റെ ഷാഫ്റ്റ് എന്ത് ചെയ്യും കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ഷാഫ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറങ്ങുന്നതിനനുസരിച്ച് ഇത് ഓരോ പോയിന്റിലും വന്ന് എന്ത് ചെയ്യുന്നു മുട്ടുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന കറണ്ട് ഓൾറെഡി ഈ ഭാഗത്ത് മൊത്തം എന്തായിരിക്കും കറണ്ട് ആയിരിക്കും അല്ലേ കറണ്ട്. അപ്പോൾ ഇത് ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ കറണ്ട് പെട്ടെന്ന് ഇതുവഴി പാസ് ചെയ്യും അല്ലേ? ഇതുവഴി പെട്ടെന്ന് പാസ് ചെയ്യും. അപ്പോൾ ഒന്നാം സിലിണ്ടർ സ്പാർക്ക് അടിക്കുന്ന സമയത്ത് ഇത് വന്ന് മുട്ടിയെന്ന് വിചാരിക്കുക. മുട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യും ഈ കറണ്ട് ഇതിലേ വന്ന് നേരെ ഒന്നാമത്തെ സ്പാർക്കിലേക്ക് എത്തി ഇവിടെ എന്ത് ചെയ്യും സ്പാർക്ക് ഉണ്ടാവും. ഉടനെ തന്നെ ഇതവിടെ മുട്ടി നിൽക്കുകയല്ല ചെയ്യുന്നത്. റോട്ടർ കറങ്ങുന്നുണ്ട് എന്ത് ചെയ്യും ഇത് ഉടനെ തന്നെ അവിടുന്ന് മാറും. ഇത് ഇവിടുന്ന് മാറുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന്റെ പൊസിഷൻ ഇങ്ങനെയായിരിക്കും. റോട്ടർ മാറി കഴിയുമ്പോൾ എന്ത് ചെയ്യും അതിന്റെ പൊസിഷൻ മാറും. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാം എവിടെയെങ്കിലും മുട്ടിയിട്ടുണ്ടോ ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യല ഒരു സ്പാർക്കും സ്പാർക്ക് ചെയ്യത്തില്ല. അതിനോടൊപ്പം തന്നെ ഈ ക്യാമ്പ് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇവിടെ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത് ഇത് ഏകദേശം ഇവിടെ എത്താറാകുമ്പോഴായിരിക്കും ഈ CB പോയിന്റ് അടുത്തിരുന്നിട്ട് എന്ത് ചെയ്യുന്നത് വീണ്ടും കോണ്ടാക്ട് വിടുന്നത്. ഇവിടെ ക്യാമ്പ് കറങ്ങിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യും CB പോയിന്റ് അടുക്കുകയും അകലുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു റൊട്ടേഷനിൽ 4 തവണ ഇവിടെ എന്ത് ചെയ്യണം 4 പോയിന്റ് സ്പാർക്ക് ഈ റോട്ടർ മുട്ടണം. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ 4 തവണ എന്ത് ചെയ്യണം കോണ്ടാക്ട് ബ്രേക്ക് ആണ്. 4 തവണ ബ്രേക്ക് ആയാലും 4 തവണ എന്ത് ചെയ്യുള്ളൂ ഇവിടെ ഹൈ വോൾട്ടേജ് കറണ്ട് വരത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സ്പാർക്ക് പ്ലഗിൽ ആദ്യമേ നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് മൂന്നാമത്തെ സ്പാർക്ക് പ്ലഗിലാണ്. അപ്പോൾ ഈ റോട്ടർ അതിനുശേഷം ഇവിടുന്ന് കറങ്ങി വന്ന് ഇവിടെ വന്ന് മുട്ടുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ വരുന്ന കറണ്ട് ഇതുവഴി നേരെ 3ലേക്ക് പോകും. അതിനുശേഷം ഇവിടുന്ന് മാറി അത് വീണ്ടും വന്ന് ഇവിടെ മുട്ടുമ്പോൾ എന്ത് വരും 4ലേക്ക് പോകും. ഇവിടെ വരുമ്പോൾ 2ലേക്ക് പോകും. നമ്മുടെ ഫയറിംഗ് മോഡൽ അനുസരിച്ച് എന്ത് ചെയ്യുന്നു ആ ഹൈ വോൾട്ടേജ് കറണ്ട് സ്പാർക്ക് പ്ലഗിൽ എത്തുന്നു.
അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ ഈ സിഗ്നൽ സിസ്റ്റത്തിലെ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ CV പോയിന്റും രണ്ട് ഈ ഇഗ്നിഷൻ പോയിന്റുമാണ്. അതായത് CV പോയിന്റ് പ്രൈമറി സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ സെക്കൻഡറി കോയിൽ ഉയർന്ന വോൾട്ടേജ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഉയർന്ന വോൾട്ടേജ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഈ CV പോയിന്റ് ബ്രേക്ക് ആവുന്നത്. ബ്രേക്ക് ആയാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, തിരിച്ച് കോണ്ടാക്ട് ആവും. അല്ലാതെ ബ്രേക്ക് ആയി നിൽക്കുകയല്ല ചെയ്യുന്നത്. പെട്ടെന്ന് ഇതെല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ക്യാമിന്റെ സ്പീഡിനനുസരിച്ച് ഇതിന്റെ വേഗതയ്ക്കനുസരിച്ചല്ല ഇത് വേഗം. കാരണം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചാലും ഈ CV പോയിന്റും ക്യാമും കണ്ടൻസറും എല്ലാം നമ്മൾ ഓൾറെഡി ഇതിനകത്താണ് ഇറക്കി വെക്കുന്നത്. നമ്മൾ ഇമേജ് ഡിസ്ട്രിബ്യൂട്ടറിനകത്ത് തന്നെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് എൻജിൻ ക്യാം ഷാഫ്റ്റും ഈ ക്യാമിനെ പ്രവർത്തിപ്പിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഷാഫ്റ്റുമാണ്. മനസ്സിലായോ? അതായത് രണ്ട് ഷാഫ്റ്റുകളുണ്ട്. ഡിസ്ട്രിബ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത് എൻജിന്റെ ക്യാം ഷാഫ്റ്റും ഈ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഷാഫ്റ്റാണ് ഈ ക്യാമിനെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ടൈമിംഗ് അനുസരിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് സ്പാർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റം. ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുക, എഞ്ചിന്റെ കംപ്രഷൻ സ്ട്രോക്ക്, പെട്രോൾ വാഹനങ്ങളിൽ കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം കൃത്യസമയത്ത് കൃത്യമായ തീവ്രതയുടെ സ്പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന സിസ്റ്റമാണ് ഇഗ്നിഷൻ സിസ്റ്റം.